PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 60 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. കമ്പനി ബോർഡ് LGS 10th പ്രിലിംസ് ബെപ്കോ LDയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ളൊരു മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും പേനയും പേപ്പറും എടുത്തു വെച്ചിട്ട് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എത്ര മാർക്ക് കിട്ടിയും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമ്പനി ബോർഡ് LGS 10th പ്രിലിംസ് ബെപ്കോ LD എന്നിവയ്ക്ക് 10th പ്രിലിംസിന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, കറണ്ട് അഫേഴ്സ്, പ്രീവിയസ് ഇയർ സെറ്റ്, SCRT, മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് ഉൾപ്പെടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. 60 മാർക്കിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും പേനയും പേപ്പറും എടുത്തു വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലക്രമത്തിലാക്കുക. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിക്കേ, ഏതാ അടയാളപ്പെടുത്തിയോ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഫസ്റ്റ് ഈഴ മെമ്മോറിയൽ വരും, ദെൻ സെക്കൻഡ് വൈക്കം സത്യാഗ്രഹം, ദെൻ തേർഡ് ഗുരുവായൂർ സത്യാഗ്രഹം, ഫോർത്ത് പാലിയം സത്യാഗ്രഹം. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത ഒരേ ഒരു മലയാളി. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത ഒരേ ഒരു മലയാളി ആരാണ്? മെമ്മോറിയൽ സമർപ്പിച്ചത്? 1907 വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴോ മെമ്മോറിയൽ സമർപ്പിച്ചത്. ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴോ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിനകത്ത് ഏതാണ് ശരിയായ ജോഡി? ആത്മവിദ്യാ സംഘം വാക്പടാനന്ദൻ ശരിയാണോ? ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം ശരിയാണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അടയാളപ്പെടുത്തിയോ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ. വൈകുണ്ഠ സ്വാമികൾ. 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. DK കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ കാരണം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. ഏതാണ്? ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റിന്റെ പ്രമേയം പാസ്സാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റിന്റെ പ്രമേയം പാസ്സാക്കിയത്? എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. എവിടെയാണ്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആര്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ആരാണ്? വില്യം ജോൺസ് ആണ്. ദെൻ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റ് ഏത് സഭയിലാണ്? ലോകസഭയിലാണ് അല്ലെ. ലോകസഭയിലാണ്. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ട പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുക? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അടയാളപ്പെടുത്തിയോ? ഏതാ? ഹൈക്കോടതിയാണ് അല്ലേ. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ഭേദഗതി? 61ാം ഭേദഗതിയാണ്. ഏതാണ്? 61ാം ഭേദഗതിയാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് ലിസ്റ്റുമായിട്ടാണ് വിദ്യാഭ്യാസം ബന്ധപ്പെട്ടിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റുമായിട്ടാണ് അല്ലേ. ഏതാണ്? കൺകറന്റ് ലിസ്റ്റുമായിട്ടാണ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ശരിയാണ്. സ്ഥിരം സഭയാണ്. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്?
എന്നാണ് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്? അപ്പോൾ അവന് 6 റൈറ്റ് ആൻസർ ഏത് വരും? 2025 മെയ് 2. 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസൺ ആണ് കേട്ടോ. JD വാൻസൺ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആരാണ്? ആരാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 18. നോക്കിക്കേ, VP മേനോനാണ്. ആരാണ്? VP മേനോനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. ഗുൽസാരിലാൽ നന്ദയാണ്. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായിട്ടാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായാണ് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈനയുമായിട്ടാണ് അല്ലേ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കമ്മ്യൂണിറ്റി ബോർഡ് LGS 10th പ്രിലിംസ് വെബ്കോ LD, അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, LP UP പ്രീ പ്രൈമറി ഒക്കെ VFയുടെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ. ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ഏതാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനമായിട്ട് വരുന്നത്? നോക്കിക്കേ, 22 റൈറ്റ് ആൻസർ ഏത് വരും? ആന്ധ്രാപ്രദേശാണ് അല്ലേ? ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന് പ്രതികരിക്കുന്ന ലോകസഭാ മണ്ഡലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന് പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതാണ്? ഏതാണ്? വാരണാസിയാണ് കേട്ടോ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആരാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഡോക്ടർ B നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇന്ത്യയിൽ വിവിധ അവയുടെ പദ്ധതികളും അവയുടെ നദികളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? നോക്കിക്കേ, ഹീരാക്കുഡ് ഏതാണ്? മഹാനദിയാണ് ഹീരാക്കുഡ് വരിക. ദെൻ സർദാർ സരോവർ ആണെങ്കിലോ നർമ്മദയാണ്. കൃഷ്ണരാജസാഗർ ആണെങ്കിലോ അതേതാണ്? കാവേരിയാണ്. നിസാം സാഗർ ഗോദാവരിയാണ്. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഏതാണ്? അഗസ്ത്യമലയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? ഏതാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ആയിട്ട് വരുന്നത്? കൊല്ലം ടു ചെങ്കോട്ടയാണ് കേട്ടോ. കൊല്ലം ടു ചെങ്കോട്ടയാണ്. ഹിമാലയം പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത്. ഹിമാലയം പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു, സവിശേഷതയല്ല. അതുപോലെ തന്നെ ലോകത്ത് ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്ന സവിശേഷതയാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ സവിശേഷതയാണ്. നിരപ്പായ താഴ്വരകൾ ദൂണുകൾ കാണപ്പെടുന്ന സവിശേഷതയല്ല. അപ്പോൾ 1ഉം 4ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ C ആണ് കേട്ടോ. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? ഏതാണ്? ബ്രഹ്മപുരമാണ്. ഏതാണ്? ബ്രഹ്മപുരം. കോൺവെക്സ് ദർപ്പണവും ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രസ്താവനയാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? നോക്കിക്കേ, കോൺവെക്സ് ദർപ്പണം ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ട് വരിക? പ്രസ്താവന 2ഉം 4ഉമാണ് കേട്ടോ. 2ഉം 4ഉമാണ്. വാഹനം റിവ്യൂ മിററായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപതനം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണിവ. 2ഉം 4ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തങ്ങളും ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തങ്ങളും ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. 61 റൈറ്റ് ആൻസർ ഏത് വരുന്നു? ഇലക്ട്രോൺ JJ തോംസൺ എന്താണ്? ഇലക്ട്രോൺ JJ തോംസൺ എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അടുത്ത ചോദ്യം, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏത് നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏത് നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിനകത്താണ് കലാമിനാണ് കേട്ടോ. ഇതാണ് കലാമിനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? താഴെ പറയുന്ന പ്രസ്താവന ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്.
ഹെൻറി കാവൻഡിഷ് എന്ന മൂലകം കണ്ടെത്തിയത്? അതാണ് ഹൈഡ്രജൻ ആണല്ലേ. ഏതാണ്? ഹൈഡ്രജൻ ആണ്. താപപ്രക്ഷേപണം ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. താപപ്രക്ഷേപണവും ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? തന്മാത്ര യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. തന്മാത്രയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അതും ശരി തന്നെയാണ്. എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്താണ്. ഡോക്ടർ സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മലമ്പനി രോഗകാരിയെ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? രോഗകാരിക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 68 റൈറ്റ് ആൻസർ ആയിട്ട് വരിക പ്രോട്ടോസോവയാണ് കേട്ടോ. പ്രോട്ടോസോവ. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഏത് രോഗകാരിയാ? സാൽമോണല്ല ടോഫിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? ഏതാണ്? മോണോസൈറ്റ് ആണ് കേട്ടോ. ഏതാണ്? മോണോസൈറ്റ് ആണ് റൈറ്റ് ആൻസർ. ഒരു കാർഡിയക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 0.8 സെക്കൻഡ് ആണ് കേട്ടോ. 0.8 സെക്കൻഡ് ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര്? ഏതാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി? ലെപ്റ്റോസ്പൈറയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG ആണ്. BCG. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? BCG. ദെൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9 to 11 mg ആണ്. 9 to 11 mg. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏതാണ്? 75 റൈറ്റ് ആൻസർ ആയിട്ട് വരിക? മെനഞ്ചൈസ് ആണ് കേട്ടോ. മെനഞ്ചൈസ് ആണ് റൈറ്റ് ആൻസർ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. ഏതാണ്? ജീവകം K ആണ്. ലോക ഭൂപ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികളിൽ സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി? കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി ആണ്. മിഠായി ആണ് റൈറ്റ് ആൻസർ. അമീബി മെനിഞ്ചൈസ് എൻഫ്ലൈറ്റിസ് കാരണമായ രോഗകാരി ഏതാണ്? 79 റൈറ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖല ന്യൂനത സാങ്കേതിക വിദ്യകൾക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യ മേഖല ന്യൂനത സാങ്കേതിക വിദ്യക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആരോഗ്യ പദ്ധതിക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ആശാധാരയാണ് കേട്ടോ. ആശാധാരയാണ്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 20ന്റെ 30ന്റെ ഉസാഗു 10 ആണെങ്കിൽ അവിടെ ലസാഗു എത്രയാണ്? 20ന്റെ 30ന്റെ ഉസാഗു 10 ആണെങ്കിൽ അവിടെ ലസാഗു എത്രയാണ്? 60 ആണ് റൈറ്റ് ആൻസർ. 8/3ന്റെ 3/4ന്റെ എത്രയാണ്? 83 റൈറ്റ് ആൻസർ. ഓപ്ഷൻ B ആണ്. 726 സെന്റിമീറ്റർ നീളമുള്ള കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിന്റെ നീളം 726 സെന്റിമീറ്റർ നീളമുള്ള കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 7.26 സെന്റിമീറ്റർ. 7.26 സെന്റിമീറ്റർ ആണ്. ഇനി 8/2 പ്ലസ് 9/2 വില കാണുക. 85 റൈറ്റ് ആൻസർ. 145 ആണ് കേട്ടോ. ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരന്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിന്റ് ആണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിന്റ് എടുത്ത പുതിയ ശരാശരി സ്കോർ എത്രയാണ്? 19 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എത്രയാണ്? 19. √64 പ്ലസ് √100ന്റെ വില എന്ത്? 18 ആണ് റൈറ്റ് ആൻസർ. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്ര? ഒരു വ്യക്തി 1200 രൂപയ്ക്ക്
രൂപയ്ക്ക് വാങ്ങിയ വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റെങ്കിൽ ലാഭശതമാനം എത്രയാണ്? 25% ആണ്. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഡിഗ്രിയാണ്? 89. റൈറ്റ് ആൻസർ ഏത് വരും? നോക്കിക്കേ, 70 ഡിഗ്രിയാണ് കേട്ടോ. ഒരു സൈക്കിൾ സവാരിക്ക് 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ്? 15 km/h ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ചോദ്യം വില കാണുക. 5 + 3 / 2 + 4/2. 91 റൈറ്റ് ആൻസർ ഏത് വരും? 20 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 60 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കിയത്. എത്ര മാർക്ക് കിട്ടും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസോ സ്പെഷ്യൽ ക്ലാസ്സുകളോ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.